ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വാട്ട ഈറ്റിനിയുടെ വീഡിയോ കാണാം കേട്ടോ. ഇന്ന് എന്താ കഴിച്ചത് നോക്കാം. ഇന്ന് ഞാൻ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ എണീറ്റിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും ചോറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല ചൂട് ചോറും നല്ല ചക്ക ഉടച്ചതും മോരേറിയും വെളിച്ചെണ്ണയൊക്കെ ഉണ്ടായിരുന്നു. ഇത് മത്തിയോ അയിലാണ്ടാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി ഉച്ചയ്ക്കൊരു പിടി പിടിച്ചു. ആ മോരേറി ഇങ്ങനെ തോന്നി ഒഴിച്ച് ആ ചക്കയൊക്കെ കുഴച്ച് കൂട്ടി കഴിക്കണ രക്ഷയില്ലായിരുന്നു. മുളവെല്ലാം അടച്ചിട്ട് ആ മോരേറിയും മീൻ പൊരിച്ചത് മാത്രം ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി ഉച്ചയ്ക്കൊരു പിടി പിടിച്ച് ആ ചക്ക ഉടച്ചതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് അതായിരുന്നു കഴിച്ചിരുന്നത്. പിന്നീട് നമ്മളിത് ക്യാഷ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്, അണ്ടിപ്പരിപ്പ്. അങ്ങനെ നമ്മൾ തീയൊക്കെ ഒരുപാട് ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞാണ്ടിട്ട് ചുട്ടെടുത്തായിരുന്നു. ഇങ്ങനെയല്ലേ സാധാരണ ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും അങ്ങനെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തോട് കരിഞ്ഞ് വരുമ്പോഴത്തേനും ആ തീന്ന് മാറ്റിയിട്ട് ഇങ്ങനെ തല്ലിയെടുക്കും കേട്ടോ. തല്ലിയിട്ട് ആ തോടിൻ്റെ അകത്തുനിന്ന് ആ ഒരു ക്യാഷ് എടുക്കും. അത്രയേ ഉള്ളൂ. നമ്മുടെ ഹോം മെയ്ഡ് ക്യാഷ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി കേട്ടോ. നമ്മൾ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാക്കിയതായിരുന്നു. അങ്ങനെ ഇത് ജാക്ക് ഫ്രൂട്ട് ബനാന ഷേക്കാണ് കേട്ടോ, വെറൈറ്റിയാണ്. അങ്ങനെ നമ്മൾ ഇത് തേൻവരിക്കയുടെ ചക്കയായിരുന്നു. അങ്ങനെ കുറച്ചധികം ചക്ക എടുത്തിട്ടുണ്ട്. നല്ല മധുരവും നല്ല ടേസ്റ്റൊക്കെയുള്ള ചക്കയാണ് കേട്ടോ, തേൻവരിക്കയില്ലേ. അങ്ങനെ ചക്കയും പിന്നെ 2-3-4 പഴം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് ക്യാഷ്യും ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചാരയും. നല്ല ചക്കയാണ് കേട്ടോ, മധുരമുള്ള ചക്കയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പഞ്ചാരയും. പിന്നീട് നമ്മൾ കട്ടപ്പാലാണ് ഇടേണ്ടത്. നമ്മുടെ ഈ കട്ടപ്പാലില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ പാല് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ഐസ് കൂടി ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല തിക്ക് ഷേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് മണ്ടയിൽ കുറച്ച് ഡെക്കറേഷന് കുറച്ച് കാഷ്യൂ റൈസിൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ജാക്ക് ഫ്രൂട്ട് ബനാന ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലോകത്തില്ലാത്ത സാധനം എന്ന് പറയുന്നത് ഈ ചക്കപ്പഴം, വരിക്കച്ചക്ക, തേൻ വരിക്കുക. അതിൽ ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ജീവിക്കാം. ഷേക്കെന്ന് പറഞ്ഞാൽ വലിയ ഷേക്ക്, ഇവിടെ ഇല്ലാത്ത ഷേക്കാണ്. കേരളത്തിലെ കിട്ടില്ലത്. പിന്നെ ഞങ്ങളുണ്ടാക്കും, ജാഫ്രി സ്പെഷ്യൽ ഷേക്ക്. അതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ആര് കുടിച്ചാലും വേണ്ടെന്ന് പറയത്തില്ല. ഒരു ഗ്ലാസ് തരാൻ പറയും, പക്ഷെ കൊടുക്കാനില്ല. ഇത് കുടിച്ചാൽ തീർന്നു പോകും. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കുടിക്കും. ഞാൻ തോനെ കുടിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകും. ഉണ്ടാ ജാക്ക് ഫ്രൂട്ട് ബനാന ഷേക്ക് നല്ല ഒറിജിനൽ പശുമ്പാലാ. പിന്നെ പശുമ്പാല. പിന്നീട് നമുക്ക് വൈകിട്ട് ഇന്നെൻ്റെ അത്തത്താടാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ യാസീൻ ഓതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാത്തിപ്പങ്കായിട്ട് പാലുംപരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ കയ്യിൽ ചൂടുവെള്ളം വീണതാണ് കേട്ടോ. നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ ചൂടുവെള്ളം വീണായിരുന്നു. കുഴപ്പമൊന്നുമില്ല ഗൈസ്, ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു, അത്രേ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ പോട്ടെ. പിന്നീട് നമുക്ക് പാലുംപരം ഉണ്ടായിരുന്നു. പിന്നീട് അപ്പവും ബീഫും ഉണ്ടായിരുന്നു. പിന്നെ കാബജി മുളക് ബജിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മുളക് ബജിയോട് വലിയ താല്പര്യമില്ല, പക്ഷേ കാബജി ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ചമ്മന്തിയുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു, ചമ്മന്തിയുടെ സാമ്പാറിൻ്റെയും കൂടെ. പക്ഷേ കുഴപ്പമില്ല ഗൈസ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇഷ്ടം വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.